ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ അതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാം. പേജ് നമ്പർ 21 ക്വസ്റ്റ്യൻ നമ്പർ 1 നമ്മൾ 3 ചെയ്തോളൂ. 3 4 5 6 ചെയ്യാൻ പോവാണ്. ഇതാണ് 4ാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എന്താണ്? 24 പിന്നെ ഡാഷ് ആണ്, 42 പിന്നെ ഡാഷ് ആണ്. മുമ്പ് ചെയ്തതുപോലെ നമുക്ക് അടുത്തടുത്തുള്ള സംഖ്യകൾ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോമൺ ഡിഫറൻസ് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കുമോ? നമുക്കറിയാം കോമൺ ഡിഫറൻസ് കാണാൻ. പൊസിഷൻ വെച്ച് നമ്മൾ പൊസിഷനും നമ്പറും വെച്ച് നമ്മൾ കോമൺ ഡിഫറൻസ് കാണും അല്ലേ. പൊസിഷൻസ് ഇതേതാണ്? ഇപ്പൊ തന്നിട്ടുള്ളതാണ്. നമ്മുടെ ഇവിടെ എഴുതിയിട്ടോ. ഫസ്റ്റ് പൊസിഷനിലെ നമ്പർ 24, പിന്നെ ഏതാണ്? തേർഡ് പൊസിഷനിലെ നമ്പറാണ് 42. ഇങ്ങനെ എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റാതെ എഴുതാൻ പറ്റും കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഇവിടോട്ട് എഴുതട്ടെ. ആദ്യം നമ്മൾ ചെയ്യുന്ന ഡിഫറൻസ് ഇൻ പൊസിഷൻ ഡിഫറൻസ് ചെയ്ത് പൊസിഷൻ ആയിരിക്കുക 3ഉം 1ഉം. 3 - 1 2. നമ്മൾ എപ്പോഴും എഴുതുന്നത് തന്നിരിക്കുന്നതിന്റെ പൊസിഷൻസ് കേട്ടോ, അല്ലാത്തത് എഴുതരുത്, തെറ്റിപ്പോവേ. അടുത്തത് ഡിഫറൻസ് ഇൻ നമ്പർ. ആ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 42ഉം 24ഉം. എത്ര വരും? 80. ഇനി എന്ത് ചെയ്യും? നമ്മുടെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ഇവർ തമ്മിൽ അല്ലേ, നമ്പറിനെ നമ്മൾ പൊസിഷൻ വെച്ച് ഡിവൈഡ് ചെയ്യും. നമ്പർ 18 പൊസിഷൻ 2 ഡിഫറൻസ്. അവിടെ ഡിഫറൻസ് കേട്ടോ. അപ്പൊ എത്ര വരും ആൻസർ? നമ്മുടെ കോമൺ ഡിഫറൻസ് കിട്ടി. കോമൺ ഡിഫറൻസ് 9. കോമൺ ഡിഫറൻസ് കിട്ടിയാൽ നമ്മൾ എത്ര എണ്ണം വേണമെങ്കിലും ഈസി ആയിട്ട് ചെയ്യും. അപ്പൊ നമുക്ക് നോക്കേണ്ട അടുത്തതാണ് സെക്കൻഡ് പൊസിഷനിലെ നമ്പറാണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? സെക്കൻഡ് പൊസിഷൻ കാണാൻ ഫസ്റ്റ് പൊസിഷൻ ഉണ്ട്. ഫസ്റ്റ് പൊസിഷൻ്റെ കൂടെ നിങ്ങൾ കോമൺ ഡിഫറൻസ് അങ്ങ് കൂട്ടും. എത്ര കിട്ടും? 33. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫോർത്ത് പൊസിഷന്റെ നിങ്ങൾ ഈസി ആയിട്ട് കണ്ടുപിടിക്കും. കാരണം തേർഡ് പൊസിഷനിലെ നമ്പർ ഉണ്ട്, അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് അങ്ങ് കൂട്ടും. അപ്പൊ എത്രയാണ്? 42 + 9 51. കിട്ടിയില്ലേ? അപ്പൊ നമ്മുടെ സീക്വൻസ് എവിടോട്ട് എഴുതട്ടെ? ഇടയില്ല. സീക്വൻസ് എഴുതാൻ പറയാണ്. സീക്വൻസ് കൂടെ എഴുതിയിട്ട് സീക്വൻസ് എത്രയാണ്? 24, പിന്നെ അടുത്ത നമ്പർ തെറ്റി 33, പിന്നെ 42 ആൻഡ് 51. എളുപ്പമല്ലേ മക്കളെ? സിമ്പിളാണ്. നിങ്ങൾക്ക് ഇതൊക്കെ ഈസിയാണ്. പിന്നെ നമ്മൾ പോർഷൻ എടുക്കുമ്പോൾ ഫുൾ എടുക്കണമല്ലോ. പിന്നെ നിങ്ങൾ ഇതൊന്ന് നോക്കുക, കാണുക, എന്നിട്ട് ഒന്ന് ചെയ്യുക. രണ്ടാമത്തെ ഒന്ന് മോഡൽ കണ്ടാൽ മതി. നിങ്ങൾ ബാക്കിയൊക്കെ നിങ്ങൾക്ക് വീഡിയോ കണ്ട ആവശ്യമില്ല, നിങ്ങൾ അറിയാതെ തന്നെ ചെയ്തോളും. ഓക്കെ, നമുക്ക് 5th വൺ അങ്ങനെയാണ് ചെയ്താലോ. ഇവിടെ ഡാഷ് 24 ഡാഷ് 42 ആണ്. നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ഏതൊക്കെ പൊസിഷൻ ഉണ്ട്? സെക്കൻഡ് പൊസിഷൻ 24 ആണെന്നും ഫോർത്ത് പൊസിഷൻ 42 ആണെന്നും കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഡിഫറൻസ് ഇൻ പൊസിഷൻ കണ്ടു. 4 - 2 പൊസിഷൻ ഏതാണ്? 4 - 2 2. പിന്നെ ഡിഫറൻസ് ഇൻ നമ്പേഴ്സ് കാണും. 42 - 24 18 ആണ്. നമുക്ക് ഇവിടുന്ന് കോമൺ ഡിഫറൻസ് കിട്ടും. നമ്പറിനെ പൊസിഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്തു, മുമ്പത്തെ പോലെ തന്നെ 9. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് നമ്പർ കാണാൻ എന്ത് ചെയ്യും മക്കളെ? സെക്കൻഡ് നമ്പർ തന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്താൽ മതി? സെക്കൻഡ് നമ്പറിൽ നിന്ന് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണോ സബ്ട്രാക്ട് ചെയ്യണോ? തൊട്ട് മുമ്പുള്ളത് കാണാൻ സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലേ. അപ്പൊ = 24 - 9. അപ്പൊ എത്ര കിട്ടും? 15 അല്ലേ. 1 5 14 15. ആഡ് ചെയ്യാനൊക്കെ ചിലപ്പം കൺഫ്യൂഷൻ ആയി പോകാറുണ്ട് എനിക്ക്. 15 തന്നെയല്ലേ? ഞാൻ നോക്കട്ടെ. 15. ഓക്കെ, 15 ആണ്. അടുത്തത് എന്താണ്? അടുത്ത എത്രാമത്തെ നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്? തേർഡ് നമ്പർ വരുമ്പോൾ എന്നാ ചെയ്താൽ മതി? ഒന്നില് സെക്കൻഡ് നമ്പർ ഉണ്ടല്ലോ, സെക്കൻഡ് നമ്പറിൻ്റെ കൂടെ നമുക്ക് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യാം. അപ്പൊ എത്ര വരും? 33 കിട്ടും. 33 കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 44th നമ്പറിൽ നിന്ന് കോമൺ ഡിഫറൻസ് കുറച്ചാൽ മതി. അപ്പൊ നമുക്ക് നമ്മുടെ സീക്വൻസ് ഒന്ന് എഴുതിയാലോ മക്കളെ? സീക്വൻസ് എത്രയാണ്? ആദ്യത്തെ എത്രയാണ്? 50, പിന്നെ 24, പിന്നെ 33, 42 അല്ലേ. കോമൺ ഡിഫറൻസ് 9 വെച്ചിട്ടല്ലേ പോയിരിക്കുന്നത്? ആണല്ലോ.
അപ്പോൾ സെക്കൻഡ് വൺ നമ്മൾ ഫിഫ്ത്ത് വൺ ചെയ്തു. നമ്മൾ ഇനി അടുത്ത സിക്സ്ത് വൺ ചെയ്യാൻ പോണേ. സിക്സ്ത് വണ്ണ് അത് ഇതുപോലെ തന്നെ തന്നിട്ടുള്ളതാണ്. 24-42. നമുക്ക് പൊസിഷൻ ഫസ്റ്റ് പൊസിഷനിലെ സംഖ്യ തന്നിട്ടുണ്ട് 24, ഫോർത്ത് പൊസിഷനിലെ തന്നിട്ടുണ്ട് 42. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ട. നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഡിഫറൻസ് ഇൻ പൊസിഷൻ കണ്ടുപിടിച്ചു. 4 - 1 3. പിന്നെ നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ഡിഫറൻസ് ഇൻ നമ്പേഴ്സ്. 42 - 24 18 അല്ലേ? അപ്പൊ കോമൺ ഡിഫറൻസ് ഇവിടെ സെയിം കോമൺ ഡിഫറൻസ് ആണോ? 18/3 എത്രയാണ്? പക്ഷെ നമ്മുടെ കോമൺ ഡിഫറൻസ് 6 ആയിപ്പോയി. ഓക്കെ, ഇനി കണ്ടുപിടിക്കാം. ഇനി കണ്ടുപിടിക്കേണ്ടത് ഏത് പൊസിഷനിലാണ്? സെക്കൻഡ് പൊസിഷനിലെ കാണാൻ എന്നാ ചെയ്താൽ മതി? ഫസ്റ്റ് പൊസിഷന്റെ കൂടെ നമ്മുടെ കോമൺ ഡിഫറൻസ് അങ്ങ് കൂട്ടിയാൽ മതി. എത്ര വരും? 30. ഇനി നമുക്ക് തേർഡ് പൊസിഷനാണ് കണ്ടുപിടിക്കേണ്ടത്. തേർഡ് പൊസിഷന്റെ കണ്ടുപിടിക്കാൻ ഇതിന്റെ കൂടെ, അതായത് സെക്കൻഡിന്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ മതി, അല്ലെങ്കിൽ ഫോർത്തിന്ന് കോമൺ ഡിഫറൻസ് കുറച്ചാൽ മതി. അപ്പൊ നമ്മുടെ സീക്വൻസ് ഇസ് ഈക്വൽ ടു 24 30 36 42. കറക്റ്റ് അല്ലേ മക്കളെ? ഈസി ആയിട്ടുള്ളതാണ്. കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ടല്ലോ. മനസ്സിലായല്ലോ എല്ലാവർക്കും? ഫസ്റ്റ് ലിച്ചർ നിങ്ങൾക്ക് ഒരു സംശയം തോന്നി, ഇതൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ഈസിയാണ്. നമുക്ക് എത്രാമത്തെ പൊസിഷൻ വേണമെങ്കിലും അവന് വേണ്ടി വരുന്നുണ്ട്, പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ മക്കളെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.